ദേശീയപാതയിലെ മാസങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി HMT കവലയിൽ പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ സമരം NCP ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ NA മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. നാം ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരു 15 വർഷം മുന്നോട്ട് പിന്നിലേക്ക് നാം പോകേണ്ടതുണ്ട്. 2010 മുതൽ അന്ന് ശ്രീ അലുപുരം സഖ്യയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി പൗരസമിതി മുൻകൈയെടുത്തുകൊണ്ട് കളമശ്ശേരിയുടെ വികസനത്തെ കുറിച്ച് ചർച്ച നടത്തുകയും അതിന്റെ ഭാഗമായി കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിനെ പറ്റിയും ഇവിടെ ഈ റോഡിൽ ഇപ്പോൾ നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരത്തെ കുറിച്ചും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള റെയിൽവേ മേൽപ്പാലം ഈ വരുന്നത് അത് രണ്ടാക്കി അഡീഷണൽ 2 വണ്ടികൾ കൂടി പോകാൻ പറ്റുന്ന രൂപത്തിൽ അഡീഷണൽ പാലം പണിതുകൊണ്ട് ഇത്തരത്തിൽ വൺ വേ സിസ്റ്റം ഉണ്ടാക്കണമെന്ന് അന്ന് ഞങ്ങൾ ഉന്നയിച്ചതാണ്. ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് അധ്യക്ഷനായി. ദേശീയപാതയിലെ കുഴിയടയ്ക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഉതകുന്ന നടപടികൾ ഭരണാധികാരികൾ നടപ്പിലാക്കണം. കളമശ്ശേരി പൗരസമിതി നിർദ്ദേശിച്ചിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ അധികാരികൾ തയ്യാറായാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും NA മുഹമ്മദ് കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ദേശീയപാതയിലെ കുരുക്കഴിയണമെന്ന NCPയുടെ ആവശ്യത്തിന് കുരുക്കഴിച്ചെന്ന MLAയുടെ പ്രസ്താവന അപഹാസ്യമാണ്. മുഖ്യമന്ത്രി ശനിയാഴ്ച മെഡിക്കൽ കോളേജിന് സമീപം അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക് ഉദ്ഘാടനത്തിന് എത്തുന്നുണ്ട്. അതുമൂലം മരുമകൻ റോഡിന്റെ കുഴി അടച്ചതാണ്. ഇതാണ് MLA പർവ്വതീകരിച്ചു കാണിച്ച് കുരുക്കഴിച്ചെന്ന പ്രസ്താവന നടത്തിയതെന്ന് മുഖ്യപ്രഭാഷണത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി കല്ലറ മോഹൻദാസ് പറഞ്ഞു. ഈ സമരം പരിപാടിയാണോ ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ചു, ഇവിടെ ഒരു കുറിക്കുമില്ല എന്ന് പറഞ്ഞു ഒരു പാർക്കിംഗ് മാറ്റാൻ കഴിഞ്ഞു? ആ കച്ചവടക്കാർ പറയുന്നത് ഞങ്ങൾ കടയിലേക്ക് വരുന്ന വണ്ടികളാണ്, വന്നില്ലെങ്കിൽ 5 പൈസ വരെ കച്ചവടം നടത്തും. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ്. കാൽനട യാത്രക്കാർക്ക് പാലത്തിന്റെ ഇരുവശങ്ങളിലും നടപ്പാത ഉണ്ടാക്കണം. പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള റോഡിന്റെ ഭാഗങ്ങൾ കെട്ടിപ്പൊക്കി റോഡ് ടാർ ചെയ്യണം. അപ്പോളോ ജംഗ്ഷനിലെ സീബ്ര ലൈനിൽ സിഗ്നൽ ലൈറ്റും ക്യാമറയും സ്ഥാപിക്കണം. മെട്ടേക്ക് മുമ്പിലെ സിഗ്നൽ ഇരുചക്ര വാഹനങ്ങൾക്ക് കാണാൻ വിധം സ്ഥാപിക്കണം. മെഡിക്കൽ കോളേജിലേക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കിപ്പണിയണം. മെഡിക്കൽ കോളേജ് റോഡിലെ പാർക്കിംഗ് നിരോധിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ NCP പ്രതിഷേധ ധർണയിൽ മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി എന്നിവർക്ക് ഭീമഹർജി നൽകാൻ ഒപ്പുശേഖരണവും നടത്തി. പരിപാടിയിൽ ബോസ്കോ കളമശ്ശേരി, നാസർ ബുഹാരി, പ്രദീപ് വടക്കേടത്ത്, VK തുളസീധരൻ, രാജു തോമസ്, KS ജോൺസൺ, മുഹമ്മദ് സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു.